ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കടലക്കറിക്ക് വേണ്ടിയുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വെള്ളപ്പവും കടലക്കറിയാണ്. മിക്ക ദിവസങ്ങളിലും നിങ്ങൾ വിളിക്കും, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ വെള്ളപ്പമായിരിക്കും അല്ലേ? അത് തികച്ചും സ്വാഭാവികമാണ്. ഇവിടെ എന്നും വെള്ളപ്പമല്ല, ഞാൻ ആ വെള്ളപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിലായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെയും പാറൂസിൻ്റെ ഒരു വീഡിയോ ആണ്. അഞ്ചില്ലാത്തൊരു ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം അവൾ കഴിഞ്ഞ ആഴ്ചയല്ലേ പീരിയഡ്സ് ആയിട്ട് വീട്ടിൽ പോയത്. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ എടുത്തൊരു വീഡിയോ ആണ്. ഞാനത് എഡിറ്റ് ചെയ്തിട്ടാൽ ഇന്നേക്കാണ് ഇടാൻ വേണ്ടി സെറ്റാക്കിയത്. അങ്ങനെ അതിരാവിലെ പുലർന്നിരിക്കുന്നു. നമ്മുടെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു. പാറുക്കുട്ടനെ എണീറ്റ് അവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പോണത് എൻ്റെ മീൻകുട്ടികൾക്ക് തീറ്റ കൊടുക്കാനാണ്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പാറൂസിനൊരു ഉമ്മൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാകാനൊക്കെ നോക്കിയപ്പോഴേക്കും അടുക്കണില്ല ഇങ്ങോട്ട് കുട്ടി. അപ്പോൾ പതുക്കെ ഞാനിങ്ങോട്ട് അടുപ്പിക്കും. കാരണം മടുപ്പിക്കാതെ നിവർത്തിയില്ലല്ലോ. നല്ല സ്നേഹത്തിലൊക്കെ പറഞ്ഞും എന്ത് കാര്യം ആദ്യം കൊടുക്കുമ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. വേണ്ട, കുറച്ച് കഴിയട്ടെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും എനിക്ക് ടെൻഷനാണ്. സമയം പോവില്ലേ. അപ്പോൾ അതേ ഞാൻ പേസ്റ്റ് എടുത്ത് തരാം, അല്ല ബ്രഷ് എടുത്ത് തരാം, പതുക്കെ തേച്ചാൽ മതി മോളെ, പതുക്കെ തേച്ചാൽ മതി ഞാൻ പറയുന്നത്. അവളാണെങ്കിൽ അനങ്ങണില്ല. അപ്പോൾ ഞാൻ തേക്കുന്ന പറഞ്ഞിട്ട് വേണ്ട മാമ കുറച്ചായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ തേക്കേണ്ട, ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെച്ചാൽ മതി, എൻ്റെ ഭംഗി നോക്കിയിരുന്നാൽ മതി, മോള് തേക്കേണ്ട. ഞാൻ അങ്ങനെയൊക്കെ പറയാം. കാരണം എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെ ഇങ്ങനെ കൂളായിട്ട് പറയുള്ളൂ. അപ്പോൾ ഞാൻ ഇതാക്കണ്ട് കയ്യിൽ കൊടുത്തു പോന്നു. അപ്പം ഞാൻ ഈ കുടിക്കാൻ പോണത് എൻ്റെ യൂറിൻ ഇൻഫെക്ഷൻ്റെ മരുന്നാണ്. കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണിച്ചു. അതിന് മുന്നേ മറ്റേ സിർക്കാലൈനോ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അത് 5 ml കുറച്ചൊരു ഹാഫ് ഗ്ലാസ്സിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ കാലത്തൊന്നും എണീക്കാൻ പറ്റില്ല. കാലത്ത് ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ ഭയങ്കര ഒരു പുകച്ചിലൊക്കെയാണ്. അങ്ങനെ അത് കുടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്നും തല വിളിക്കണമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് പാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തേച്ച് ഒതുക്കിയിട്ട് ഇന്ന് തല വിളിക്കാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടിയുടെ തലയിൽ കുറച്ച് പേമിയുണ്ട്. അപ്പോൾ അത് ഇരി കൊടുക്കണം. അമ്മ ചീർപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പാറക്കുട്ടനെ ഈ ഒരു മുടി ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ തൊട്ട് മുടി കെട്ടി വയ്ക്കാനും കുറച്ചും കൂടി എളുപ്പമാട്ടോ. മറ്റേതാകുമ്പോൾ മുടഞ്ഞിരുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇത് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഷിമ്മീസൊക്കെ ഇടിച്ച് ഞാൻ എന്തേ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കുട്ടിക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇങ്ങനെ നിന്നോളും. ബാക്കിയുള്ള പരിപാടി അവളറിയാതെ അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഈ ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് മുടി വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് ചോദിക്കും, മാം ഇതെന്താണ് എൻ്റെ മോത്തിക്കാണ് ഈ അടിക്കണത്, എൻ്റെ മോറ് കണ്ടില്ലേ മേമേ, അങ്ങനെയൊക്കെ എൻ്റെ ഡയലോഗുകൾ വരാം. അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ന്യൂട്രിഡേമിൻ്റെ ഞങ്ങൾ കഴിക്കുന്ന മോയ്സ്ചറൈസറാണ് വരട്ടി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ നേരത്ത് കാലുമേലും കൈമേലൊക്കെ മുപ്പർക്ക് നിറച്ച് മൊരി പൊന്തും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വരണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ഏതെങ്കിലും ഒരു ലോഷനങ്ങൾ, പിള്ളേരുടെ ബോഡി ലോഷനങ്ങൾ തേച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ അവൾക്ക് പിരികൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അഞ്ചു ആണെങ്കിൽ അഞ്ചുന് യൂസ് ചെയ്യുന്ന പിരികത്തിന് യൂസ് ചെയ്യുന്ന ഒരു പൗഡറില്ലേ, അത് വെച്ചാണ് പക്ഷേ ഞാൻ പിരിക എഴുതാറില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നന്നായിട്ട് പിരികൊള്ളുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ഗൈസ്, എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നതാണ് പിള്ളേർക്ക് സ്കിന്നിൽ ഏത് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിക്കാം. ക്രീം പരട്ടാൻ പോയിട്ട് ഇവരെ കുളിപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. കഴിയാനേ പാടില്ല, ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ടേ ഇരിക്കണം. അപ്പോൾ കുളി കഴിഞ്ഞാൽ ക്രീം അങ്ങോട്ട് നിർബന്ധം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ ബേബി ക്രീമാണ്. ഇത് ഫേസ് ആൻഡ് ബോഡി മോയ്സ്ചറൈസിങ് ക്രീം ആട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ക്രീമാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഷിയ ബട്ടർ ആൻഡ് കൊളോയിഡൽ ഓട്ട്മെൻറ്റിലാണ്. ഇത് ഡ്രൈ, ഇച്ചി, സെൻസിറ്റീവ് ആയ സ്കിന്നിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടന്മാർക്കാണെങ്കിൽ സ്വന്തമായിട്ട് ക്രീം തേക്കണം കേട്ടോ. ഇതിപ്പോൾ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ഞാൻ തേക്കാനൊന്നും സമ്മതിക്കില്ല. വലിയ ചെക്കന്മാരായപ്പോൾ തൊട്ട് സ്വന്തമായി ക്രീം എടുക്കുന്നു, തേക്കുന്നു, അങ്ങനെയാണ്. 24 hour മോയ്സ്ചറൈസിങ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യണത്. വിറ്റാമിൻ B5 നാച്ചുറൽ ഓട്സും കോക്കനട്ട് ഓയിലും ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നെ നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നു കേട്ടോ. ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. മാത്രമല്ല ഇത് കുട്ടികളുടെ സ്കിന്നിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ കാലത്ത് ഇത്ര നല്ല ക്രീം ഉണ്ടായിരുന്നില്ല. പൗഡർ ഇട്ടെങ്കിൽ ഇട്ടു. പക്ഷേ ഇപ്പോൾ ഇത്ര നല്ല ക്രീമൊക്കെ ഉള്ളപ്പോൾ അവരുടെ സ്കിന്നിന് എത്ര നന്നായിട്ട് വയ്ക്കണേ. അപ്പോൾ എന്തായാലും ലവ് ലാപ്പിൻ്റെ ബേബി ക്രീമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അടിപൊളിയാണ് പിള്ളേർക്ക്. വിചാരിച്ചു ഇവൾക്ക് ഈ ഒരു ഫേസ് വരാറില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ പിരികത്തിപ്പോൾ ഇങ്ങനെ വന്നത്. ആ പൗഡർ ഇടുമ്പോൾ അറിയില്ല, ശരിക്കും പിരികം പോലെ ഇരിക്കില്ലേ. പക്ഷെ നമ്മൾ പിരികം പെൻസിൽ വെച്ച് നമ്മൾ എഴുതിയ പോലെ ഉണ്ടാവില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചാച്ചനാണ് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കുട്ടിക്ക്. നമ്മുടെ 2 പൊന്നോമന പുത്രന്മാരും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പിറകിൽ അത് വേണം ഇത് വേണം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഐനൂസ് കുറച്ചും കൂടി കൂടുതൽ അറ്റാച്ച്ഡ് ആണ് നമ്മുടെ പാറുക്കുട്ടനും തിരിച്ച് കുറച്ചും കൂടി കൂടുതൽ അറ്റാച്ച്ഡ് ആണ് ഐനൂസിനോട്. കാരണം അവർക്ക് രണ്ടുപേർക്കും പാറുക്കുട്ടനായാലും എപ്പോഴും എടുത്തു നടക്കാൻ പറ്റുന്ന ഒരാൾ ഐനൂസാണ്. പിന്നെ ഐനു എന്ത് കാലം പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കും. പാറു പറഞ്ഞാൽ അവളത് ചെയ്യും. പക്ഷെ അല്ലും അതേപോലെ തന്നെ
കാശും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തേന്ന് വിളിയായിട്ട് വിളിയേക്കടാ മരുമോക്കെടുക്ക്. അമ്മ ഇവിടെ ഇരിക്കല്ലേ, മരുമോക്കെടുക്ക്. കാറുകൾ നിങ്ങൾ മോളിൽ കൊണ്ടുവച്ചിട്ടില്ലേ? ഇല്ലേ, മോളിൽ കൊണ്ടുവച്ചിട്ടില്ലേ? എന്തിനാ മോളിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? അങ്ങനെ കുറച്ച് നേരം അവരൊക്കെ എടുത്തിരുന്ന് കൊഞ്ചിച്ചൊന്ന് സെറ്റാക്കി പുറത്തതേ കളിക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളപ്പം ഒന്ന് സെറ്റായാൽ നോക്കട്ടെ. ഇന്ന് വേറെ പൊടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റേൺ ആണ് ഇന്ന്. നമ്മൾ ഞാൻ മറന്നു പോയി ഇത് പൊടിയാത്. അങ്ങനെ സെപ്പറേറ്റ് കുറുക്കി വെക്കില്ല, ഇത് അടിച്ച് ഒഴിക്കുകയാണ് ചെയ്ത്. പഞ്ചസാര ഉപ്പും തേങ്ങാവെള്ളം ചേർത്ത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് 1 hour വെക്കാവുന്ന സംഭവമാണ്. അല്ലെങ്കിൽ വേറെ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് വേറൊരു ചെറിയൊരു കിറ്റിലൊരു പൊടി ഉണ്ടാവും, അത് കുറുക്കിയിട്ട് പിന്നെ ഈ പാലപ്പത്തിൻ്റെ പൊടി അതിലിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാറൂസ് പഠിക്കാനിരുന്നിട്ടുണ്ട്. എക്സാമാണ് അവൾക്ക്, ആ വീക്കിൽ എക്സാം ആയിരുന്നു. അപ്പോൾ ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും മോർണിംഗ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവളുടെ പോർഷൻസോ അല്ലെങ്കിൽ ഇവളുടെ എന്തൊക്കെയാണ് ഇവൾക്ക് പഠിക്കാനുള്ളതെന്നോ കിട്ടാത്തതെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അഞ്ജുനോട് ഞാൻ തലേദിവസം അല്ലെങ്കിൽ പോണേക്കാളും മുന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കും, ഈ ഒരു സബ്ജക്റ്റിൽ എന്താ അവൾക്ക് അറിയാത്തത്, എവിടെയാണ് കൂടുതൽ അവൾക്ക് ഇത് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇന്ന് ഹിന്ദി എക്സാം ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിറ്റേഷനൊക്കെ എടുത്തു കൊടുത്ത് 5 വരെ എഴുതാനും ഗംഗ വരെ എഴുതാനും പിന്നെ ഓരോ പിക്ചർ കാണിച്ചിട്ട് അതെന്താണെന്ന് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു പിക്ചർ കാണിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാൻ പറയും. പക്ഷെ അവൾക്ക് എല്ലാം അറിയാം കേട്ടോ. കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ പ്രായത്തിൽ. കാരണം എനിക്ക് ഈ പ്രായത്തിൽ ഹിന്ദി പഠിക്കാനില്ല. ഞാൻ ഹിന്ദി പഠിച്ചു തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ അങ്ങാണ്ട് വെച്ചിട്ടാണ്. അപ്പോഴും ഇത്ര ഫാസ്റ്റായിട്ടൊന്നും ലേൺ ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് 5 വിളിച്ചു വീട്ടിൽ നിന്ന് പാവറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഭയങ്കര പഠിപ്പിക്കലിലാണ്. എനിക്കാണെങ്കിൽ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേങ്കിൽ പാറിൻ്റെ അടുത്ത് ഞാനിപ്പോൾ 5 ഇല്ലാത്തതുകൊണ്ട് പഠിപ്പിക്കാതിരുത്തുമ്പോൾ ഞാൻ ഭയങ്കര കൂളായിട്ടിരിക്കണം. അതായത് അവൾക്ക് കിട്ടാത്ത പോലെ ഞാൻ ഒരിക്കലും സ്ട്രെസ് ചെയ്യില്ല. ഞാൻ ഓക്കേടാ മുത്തേ, ഇറ്റ്സ് ഓക്കേടാ, ഇട്ടോടാ, ഒരു 5-6 ചെയ്തടാ, അങ്ങനെ ഒരു മൈൻഡ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോൾ അല്ലു അതിനാണ് ഇരിക്കുന്നത്. ഞാൻ പറയില്ല, എടാ അത് ശ്രദ്ധിക്കുക മോനെ, നീ എവിടെ നോക്കിയിട്ടിരിക്കരുത്, ഞാനങ്ങനെ വിചാരിക്കട്ടെ. അപ്പോൾ എന്നോട് അഞ്ചു പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണ്. ഇപ്പോൾ അല്ലൂരെ അതിന് പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ അവൾക്ക് കൂടുതൽ സ്ട്രെസ് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് വിഷമം, നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. അങ്ങനെ പാറൂസിനൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങളൊന്ന് കൊടുങ്ങല്ലൂർ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ പേടിക്കാനായിട്ട്. പിന്നെ എൻ്റെ മുന്നത്തെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഈ ഒരു ഡ്രസ്സിൽ ഞാൻ സാധനങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് മീൻ കൊറിയർ ചെയ്തിട്ടുണ്ട്. ചാളമീമി അയലമീമി അല്ല, അക്കുറത്തിലിടുന്ന കുറച്ച് ഫിഷ് സെയിൽ ചെയ്തിട്ടുണ്ട്, അല്ല സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ പോവാണ്. അപ്പോൾ അത് ന്യൂ ചുരിദാരൊക്കെ ഇട്ടിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോവാണ്. വേറെ ഒന്നല്ല, ഒരു കൊറിയർ എടുക്കാനുണ്ട്, പിന്നെ 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ പാറൂസ് ആണെങ്കിൽ പാറൂസിന് 12:30-12:45 ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പം അമ്മയുണ്ട്, അപ്പം അമ്മ ഫുഡ് കൊടുത്തോളും. കുറച്ച് നേരം പുറത്ത് കളിച്ചിട്ട് പിന്നെ 3:45 ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം വരെ അവൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തോട്ടെ. കാരണം ഇന്നലെ മാത്സ് റിവിഷൻ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ ഇന്ന് മാത്സ് റിവിഷന് പോകും. അവൾ പോയി വന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് മൂടുണ്ടെങ്കിൽ മാത്രം ഞാൻ വീണ്ടും പഠിക്കാനിരുത്തും. അല്ലെങ്കിൽ നാളെ രാവിലെ നോക്കുള്ളൂ. അത്യാവശ്യം ഒരു മണിക്കൂറോളം കിട്ടും. ആ ഒരു ടൈം മതി റിവൈസ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, പിന്നൊന്നുമില്ല പ്രത്യേകിച്ച്. ഇങ്ങനെ പോണു, വൃദ്ധം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോണു. മാലിടലൊക്കെ അടുത്ത മാസം ഫസ്റ്റ് വീക്കായിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വീട്ടിലാണെങ്കിൽ അമ്മയുണ്ട്, ഇപ്പം പിന്നെ ചേച്ചിയുണ്ട്, അച്ഛനായിരുന്നപ്പോൾ ഒരു എന്താവശ്യത്തിന് പുറത്ത് പോയിരിക്കാം കേട്ടോ. മുന്നിലായിട്ട് നമ്മുടെ അല്ലുവിൻ്റെ പുതിയൊരു ടെക്നിക്കാണ് ഇങ്ങനെ ഉറങ്ങിയ പോലെയൊക്കെ എടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവന് അങ്ങനെ ഉറങ്ങിയ പോലെ അഭിനയിക്കുമ്പോൾ അവൻ്റെ കണ്ണു പോലും ചിമ്മൂലെന്നേ. നമ്മളൊക്കെ ഒരാൾ മുന്നിൽ ഉറങ്ങിയ പോലെ എടുക്കുമ്പോൾ നമ്മുടെ ഐലാഷൊക്കെ ഇങ്ങനെ തുള്ളി പറക്കില്ലേ. ഇപ്പം ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ എടുക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പാറു. അവൾ ഉറങ്ങില്ല നമുക്ക് മനസ്സിലാവില്ല, കാരണം കണ്ണൊന്നും ചിമ്മുന്നില്ല. അതിന് കുട്ടനെ ഇപ്പോൾ ഫ്രണ്ടത്തെ സീറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് എവിടെയും പോകുമ്പോൾ ഇരിക്കുക. കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ
അങ്ങനെ നമ്മൾ കൊറിയറൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് പൊട്ടിച്ച് നോക്കാനുള്ള കൗതുകത്തിൽ ഞാൻ ആദ്യം വേഗം വീട്ടിൽ പോകുന്നത്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, അപ്പോൾ നിനക്ക് വേറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വാങ്ങണ്ടേ ചോദിക്കരുത് കേട്ടോ. ശരിയാണ്, അതൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ ചേട്ടൻ കാർ എടുക്കാൻ പോയിരിക്കുകയാണ്. നമ്മളൊരു സൈഡിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പോണ വഴി നല്ല കൊള്ളിക്കിഴങ്ങും തൊട്ടപ്പുറത്ത് ചീരേരതും കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിക്ക്. സാധാരണ ഞാൻ മീനൊക്കെയാണ് ഇങ്ങനെ പറയുക എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഇതേ നല്ല പടക്കിന അയല എടുക്കുന്നത്, പടക്കിന ചാള എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വൃദ്ധമായപ്പോൾ നല്ല കൊള്ളിക്കിഴങ്ങ് കാണുമ്പോൾ നല്ല ചീര കാണുമ്പോഴൊക്കെ ആയി നോട്ടം. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വെജ് കഴിക്കാനായിട്ട്. വെജ് ആകുമ്പോൾ കുറേ കറികളുണ്ടാവും, അതെല്ലാം കൂടി നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് ചോറ് തിന്നാൻ പറ്റുന്നുണ്ട്. അവിടെ നല്ല വെയിലാ കുഞ്ഞ്, വെയിലായതുകൊണ്ട് നമ്മളെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അച്ഛൻ കൊണ്ടുവരട്ടാ. അപ്പൊ അച്ഛൻ ചീര വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, പിന്നെ കൊള്ളിക്കിഴങ്ങ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ നമുക്ക് കൊള്ളിക്കിഴങ്ങും ചമ്മന്തിയുണ്ട്. കൊള്ളിക്കിഴങ്ങ് കഴിച്ചോളില്ലേ കൊള്ളിക്കിഴങ്ങ് ഇല്ലേ? ഇവന്മാർക്ക് ഇഷ്ടമല്ല, ഇവന്മാർ കഴിക്കില്ലേ കൊള്ളിക്കിഴങ്ങ്. ഇവന്മാർക്ക് ഇങ്ങനത്തെ പയറ് വർഗ്ഗമൊന്നും ഇഷ്ടമല്ല. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് പോവാട്ടെ. പോണ വഴിയിലൊരു ബേക്കറിയിലേ കുറച്ച് ലേസ് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അതവൻ കണ്ടുപിടിച്ചു എന്നേ. അപ്പം ആ കടയിൽ നിന്ന് എന്നെ വാങ്ങുന്നുണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറ പറ്റിക്കോ മോനെ, നമ്മളിപ്പോൾ ഈ വണ്ടി തിരിച്ച് പോണത് ആ കടയിലേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിന്. നമ്മുടെ അയിനൂസിന് അങ്ങനത്തെ ഒക്കെ കുറച്ചധികം പവറുണ്ട് കേട്ടോ. അല്ലുക്കുട്ടന് കാശുക്കുട്ടനൊന്നും അത് പെട്ടെന്ന് മൈൻഡൊന്നും ചെയ്യില്ല. പക്ഷെ അവനറിയാം അത് അങ്ങോട്ടല്ല പോണത്, ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വണ്ടി തിരിച്ചാലേ അങ്ങോട്ട് എത്തുള്ളൂ. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാനുള്ള നിവൃത്തിയില്ല. നല്ല വാശിയിലാണ്. അപ്പോൾ 5 രൂപ ഒരു ലേസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ സമാധാനമായി. അവർക്കും സമാധാനം, കാതുകളിൽ ഞങ്ങൾക്കും സമാധാനം. അച്ഛൻ വാങ്ങിച്ചൊന്നുമില്ല എനിക്ക്. താങ്ക് യു പറ അച്ഛനോട്. നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇവരെയും കൊണ്ടിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർ കിടന്ന് ഉറങ്ങും. പിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എണീക്കില്ല. അപ്പോൾ ഉച്ചക്കലത്തെ ചോറ് സ്കിപ്പോ. അപ്പോൾ എന്തേലും ഒരു ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു AP ഹോട്ടൽ എന്ന ഹോട്ടലിൽ കയറി ഇരിക്കുകയാണ്. വൃത്തം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം പൊതുവെ ഇവർക്ക് പച്ചക്കറികളൊന്നും ഇഷ്ടമല്ല. ഈ പച്ചപ്പയർ അതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത പിള്ളേരായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും മറ്റേ നോണും അധികം കാണാത്തതുകൊണ്ടും ഇവർക്കത് ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് വൃദ്ധം എന്തായാലും 41 ദിവസം കിട്ടിയത് നന്നായി. കാരണം ഇവർ ഇനി സ്കൂളിൽ ചേർത്തുമ്പോൾ നമ്മളിപ്പോൾ പാറുണ്ട് സ്കൂളിലാണ് ചേർത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടും നോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ട്രെയിനിങ് ആയിരിക്കും ഇത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയില്ലേ, പെട്ടെന്നൊക്കെ ആവുമ്പോൾ അത് സ്കൂളിലേക്ക് കൊടുത്തയക്കേണ്ട കേസല്ലേ, നമ്മൾ വാരി കൊടുക്കുകയും കൂടിയും ചെയ്യണില്ലല്ലോ. അപ്പോൾ എന്തായാലും നന്നായി. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊറിയർ പൊട്ടിക്കാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ വീട്ടിൽ സാധാരണ ഞാൻ എവിടെയൊക്കെയും പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് കയറിയാലോ, ഇതാ അവിടെ ഒന്ന് കയറിയാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേഗം വീട്ടിൽ ചെന്നിട്ട് ഇത് പൊട്ടിച്ച് നോക്കിയാൽ മതി. കാരണം ഞാൻ ഒരു ദിവസം വൈകി. ഇത് കൊറിയർ ഇന്നലെ വൈകിട്ട് വന്നതായിരുന്നു. ഞാൻ ഇന്ന് വൈകിട്ടാണ് എടുക്കാൻ പോണത്. കാരണം അത്രയും ലേറ്റാക്കിയത്. ഉള്ളിൽ കുറച്ച് ജീവനുകളുള്ളതല്ലേ, മറ്റേ എന്താ പറയുക, ജീവനുള്ള മീനുകളുള്ളതല്ലേ. അപ്പം ഞാൻ വന്നപ്പോഴേക്കും പാറൂസ് എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് യൂണിഫോം മാറാൻ പോവാണ്. അപ്പം ഞാൻ അവളുടെ അടുത്ത് എക്സാമും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓക്കെയാണ്, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം ഒന്നാമത് ഇവിടെ 5 ഇല്ലാത്തതല്ലേ, പിന്നെ അവൾ ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും പിന്നെ നമ്മളും ഒന്ന് റിവൈൻഡ് ചെയ്ത് കൊടുക്കണമെന്നല്ലേ. അപ്പോൾ നന്നായിട്ട് എഴുതി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓരോന്നായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മീനുകളൊന്നും ചത്തിട്ടില്ല, എല്ലാതും ജീവനോടെയുണ്ട്. അപ്പോൾ ഓരോന്ന് പൊട്ടിച്ച് ഓരോരുത്തരുടെ കയ്യിലായിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരാണെങ്കിൽ ഇങ്ങനെ കുലുക്കിക്കൊണ്ടേ നടക്കണം. ഞാൻ പറഞ്ഞു, മക്കളെ കുലുക്കലടാ ചാവോടാ, നിങ്ങൾക്കത് അറിയില്ലടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഫിഷ് ടാങ്ക് സെറ്റാക്കിയിട്ടില്ല. ഓൾഡ് ടാങ്കിൽ ഞാൻ എന്തായാലും പെടുന്നില്ല. കാരണം ഇവർക്ക് ഇത്രയും വാലും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ കിടക്കുന്ന കുറേ ഫിഷുകളൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. ഇവരെ വാലൊക്കെ കടിച്ച് പറിച്ചാലോ വിചാരിച്ചിട്ട് അതിൽ പെടുന്നില്ല. തൽക്കാലം ഞാനൊരു വലിയൊരു ബക്കറ്റിലാണ് ഇട്ട് വെക്കാൻ പോണത്. എൻ്റെ മുഖത്തായൊരു സന്തോഷം നോക്കൂ. ഇതിനൊക്കെ ഓരോ പേര് പറയും കേട്ടോ. മോസ്കോ ബ്ലൂ എന്നോ അങ്ങനെ ബെറി ബ്ലൂ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേര് പറയും. അതതിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് ഓർമ്മയില്ല.
അങ്ങനത്തെ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ട് അതിലിട്ട് വെക്കാൻ പോവുകയാണ്. നാളെ മറ്റന്നാളായിട്ട് അച്ഛനൊരു തൊട്ടി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അച്ഛാ നാളെ എനിക്ക് ആ തൊട്ടി ശരിയാക്കി തന്നിട്ടില്ലെങ്കിൽ എൻ്റെ മീനെങ്ങാനും ചത്തു പോയാൽ ഫിഷിനിടാൻ പോണമ്മ ഓടി ചെല്ലേ, അവിടെ ബക്കറ്റിൽ ഫിഷിനിടാൻ പോണ ചെല്ല്. അവിടെ ഫിഷിനിടാൻ പോണമ്മ ബക്കറ്റിലേക്ക്. വാ 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 നടക്ക് നടക്ക് നടക്ക്. പൊട്ടിച്ച ഓരോ എണ്ണത്തിനെയും ഞാൻ ബക്കറ്റിൽ ഇട്ടിട്ട്, സത്യം പറഞ്ഞാൽ ഈ മീനിനുള്ള ഡയറക്റ്റ് നമ്മൾ വേറൊരു ഇതിലേക്ക് മാറ്റിയത്, വെള്ളത്തിലേക്ക് മാറ്റരുത്. അതിന് മുന്നായിട്ട് ആ പാക്കറ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ പുതുതായി എടുത്ത് വെച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. കാരണം ആ ഒരു ടെമ്പറേച്ചറായിട്ട് അവർക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട്. എനിക്കിത് അറിയില്ലായിരുന്നു. ഇത് വിഷ്ണു എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞപ്പോഴാണ് ചോദിച്ചിട്ട്, നിന്നെ ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്, ഡയറക്റ്റ് നീ ബക്കറ്റിക്ക് ഇട്ടാ ടെമ്പറേച്ചർ സെറ്റ് ആവില്ലടി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അയ്യോടാ ചത്ത് പോകുമെന്നൊക്കെ പേടിയായി. അപ്പോൾ മീനൊക്കെ ഞങ്ങൾ സേഫായിട്ടൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറിയത് ഇവർ ഉറക്കാൻ എടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, പക്ഷെ ഭയങ്കര സന്തോഷം തരുന്നൊരു വീഡിയോ ആയിരുന്നു. അവരെ തൊട്ടിലേക്ക് മാറ്റണം. കുറച്ച് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ ആദ്യം കുളിപ്പിക്കാൻ വാങ്ങിച്ചിരുന്നൊരു തൊട്ടിയുണ്ട്, മറ്റേ ബാത്ത് ടബ് ഉണ്ട് ചെറുത്, അതിലേക്ക് അതിൻ്റെ ഹോളൊക്കെ നടച്ച് സെറ്റാക്കണം നീൽച്ചാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.